മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ഇതാ മിഴി തുറക്കുന്നു. അഭയ് ഐ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ. പൊതുവിൽ പട്ടാമ്പി മണ്ഡലത്തിൽ വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വിജയസാധ്യത ഉറപ്പാണെന്നും പാലക്കാട് ലോക്സഭ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ പട്ടാമ്പി മണ്ഡലത്തിൽ മൂന്നാംഘട്ട പര്യടനത്തിനെത്തിയ വേളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ വിളയൂർ കരിങ്ങനാട് കുണ്ടിൽ നിന്നുമാണ് പാലക്കാട് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ പട്ടാമ്പി മണ്ഡലത്തിൽ മൂന്നാംഘട്ട പര്യടനം ആരംഭിച്ചത്. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ഉച്ചയോടെ പട്ടാമ്പി കോളേജിൽ എത്തിയ സ്ഥാനാർത്ഥിയെ കണിക്കൊന്ന നൽകിയും ഹാരാർപ്പണം നടത്തിയും മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെയും കോളേജിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് കോളേജ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. പരിഷ്കൃത കേരളത്തിന് മുന്നിലെ കളങ്കം പോലെയായി സത്യഭാമയുടെ വാക്കുകളെന്ന് A. വിജയരാഘവൻ തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളം ഒന്നടങ്കം ആ പ്രസ്താവനയെ അപലപിച്ചത് നല്ല കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് അത്തരമൊരു പരാമർശം നമ്മുടെ കലയെ സംബന്ധിച്ചുള്ള പഴയ ഫ്യൂഡൽ മൂല്യങ്ങളിൽ നിന്നുള്ള അടിത്തറ ഉറപ്പിച്ചതാണ്. ഇപ്പോൾ കലാകാരന്മാരുടെ ജാതിയോ മതമോ വർണ്ണമോ നിറമോ ഒന്നുമില്ല. കലയുടെ അളവുകൾ കലയുടെ അളവുകൾ സർഗപരതയാണ്. സർഗാത്മകത എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ്. അത് എല്ലാ മനുഷ്യർക്കും അന്തർലീനമായ മാനുഷികമായ മൂല്യബോധത്തിൻ്റെ കുറവും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന കൂടുതൽ മനോഭാവമാണ് ആ പരാമർശത്തിൽ നമുക്ക് കാണാൻ കഴിയുക. കേരളമാകെ അതിനെ അപലപിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇടതുപക്ഷ പ്രവർത്തകർ എന്ന നിലയിൽ ഇത്തരം തെറ്റായ ആശയ പ്രകടനത്തെ അപലപിക്കുക മാത്രമല്ല അതിനെ എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഖണ്ഡിതമായ അഭിപ്രായം നമുക്കുണ്ട്. ഒരിക്കലും ഒട്ടും ശരിയായില്ല. പരിഷ്കൃത കേരളത്തിൻ്റെ മുന്നിലെ കളങ്കം പോലെയാണ് അവ. മണ്ഡലത്തിൽ ഊർജിതമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്ന് A. വിജയരാഘവൻ പറഞ്ഞു. പൊതുവിൽ മണ്ഡലത്തിൽ വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വിജയസാധ്യത ഉറപ്പാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. പ്രചരണം നമ്മളൊരു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് കുറെ കൂടി തീവ്രമായ പ്രചരണങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 തവണയായിട്ട് എല്ലായിടത്തും എല്ലാ അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും പര്യടനം പൂർത്തീകരിച്ചാണ് ഇപ്പോൾ 3ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല നിലയിലുള്ള ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ പൊതുവെ മികച്ച ജനാഭിപ്രായം പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് പ്രചരണ അനുഭവങ്ങൾ. തീർച്ചയായും അടുത്ത ഘട്ടങ്ങളാകുമ്പോഴേക്കും കുറെ കൂടി രാഷ്ട്രീയ ഉദ്യോഗങ്ങൾ മറ്റ് ഒരു 3ാമത്തെ ഘട്ടത്തിലേക്കുള്ള പ്രവർത്തന മാതൃകകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ താഴോട്ടിറങ്ങേണ്ട പ്രവർത്തനങ്ങൾ ആലോചിച്ചിട്ടുണ്ട്.